ഇന്നത്തെ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേഡ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ബയോഡാറ്റ എങ്ങനെയാണ് വേഡിൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ വേഡ് ഓപ്പൺ ചെയ്ത് വെക്കാം. വേഡ് ഓപ്പൺ ചെയ്തിട്ട് ആദ്യം നമുക്ക് ഹെഡിങ് കൊടുക്കണം. സെൻറ്റർ നമ്മുടെ മാർജിൻ പേജ് ലേഔട്ടിൽ പോയിട്ട് മാർജിൻ സെറ്റ് ചെയ്ത് കൊടുക്കാം. മാർജിൻ നമുക്ക് കസ്റ്റം മാർജിൻ എടുത്തിട്ട് ടോപ്പ് മാർജിൻ നമുക്കൊരു 1 സെൻറ്റിമീറ്റർ കൊടുക്കാം. ബോട്ടം മാർജിൻ നമുക്കൊരു 1 സെൻറ്റിമീറ്റർ കൊടുക്കാം. റൈറ്റ് മാർജിനും ലെഫ്റ്റ് മാർജിനും നമുക്ക് ഒരു 2 സെൻറ്റിമീറ്റർ കൊടുക്കാം. റൈറ്റ് മാർജിനും ലെഫ്റ്റ് മാർജിനും നമുക്കൊരു 2 സെൻറ്റിമീറ്റർ കൊടുക്കാം. ഓക്കെ കൊടുത്തിടാം. ഇനി നമുക്ക് അലൈൻമെൻറ്റ് സെൻറ്റർ കൊടുക്കാം. ഫോണ്ട് സൈസ് നമുക്ക് ഒരു 20 ഒക്കെ ഇട്ട് കൊടുക്കാം. ഫോണ്ട് നമുക്ക് ഏത് ഫോണ്ടാണോ അത് കൊടുക്കുക. ഏരിയലാണെങ്കിൽ ഏരിയൽ ബ്ലാക്ക് ആണെങ്കിൽ അത്, ടൈംസ് ന്യൂ റോമൻ ആണെങ്കിൽ അത് കൊടുക്കാം. ഞാനിപ്പോൾ ഏരിയലാണ് ഇട്ടേക്കുന്നത്. ബയോഡാറ്റ എന്ന് ടൈപ്പ് ചെയ്യാം. അണ്ടർലൈൻ കൊടുക്കണമെങ്കിൽ നമുക്ക് അണ്ടർലൈൻ ഇട്ട് കൊടുക്കാം. എൻ്റർ അടിക്കാം. അലൈൻമെൻറ്റ് ലെഫ്റ്റ് എടുക്കാം. അണ്ടർലൈൻ ഓഫ് ആക്കിയിടാം. ഫോണ്ട് സൈസ് നമുക്കൊരു 14 ഒക്കെ ഇട്ട് കൊടുക്കാം. ബയോഡാറ്റ ആരാണോ ചെയ്യുന്നത് അവരുടെ നെയിം കൊടുക്കാം. എൻ്റർ അടിക്കാം. അവിടെ സ്പേസ് അധികം ഉണ്ടെങ്കിൽ റിമൂവ് സ്പേസ് ബിഫോർ പാരഗ്രാഫും ആഫ്റ്റർ പാരഗ്രാഫും കൊടുക്കാം. അതിനുശേഷം മൊബൈൽ നമ്പർ കൊടുക്കാം. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. അവിടെ കുറച്ചധികം സ്പേസ് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് സ്പേസ് ബിഫോർ പാരഗ്രാഫും ആഫ്റ്റർ പാരഗ്രാഫും റിമൂവ് സ്പേസ് ആഫ്റ്റർ പാരഗ്രാഫ് കൊടുക്കുക, ബിഫോർ പാരഗ്രാഫ് കൊടുക്കുക. ലൈൻ സ്പേസിങ് നമുക്ക് സിംഗിൾ ആയിട്ട് കൊടുക്കണമെങ്കിൽ സിംഗിൾ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 1.15 ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ലൈൻ വേണം വരയ്ക്കണമെങ്കിൽ ഒരു ലൈൻ ഷേപ്സിൽ പോയിട്ട് ഇൻസേർട്ടിൽ ഷേപ്പിൽ പോയിട്ട് ഒരു ലൈൻ എടുത്ത് വരയ്ക്കാം. ഇനി നമുക്ക് ആ ലൈനിന് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവയ്ക്കാം കേട്ടോ. താഴെയൊക്കെ ആയിട്ട് എത്രത്തോളം കേട്ടണമെന്നൊക്കെ അത് നോക്കിയിട്ട് നമ്മൾ എടുത്ത് വെക്കാം. ഇനി നെയിം ഓഫ് ഫാദർ ഉണ്ടെങ്കിൽ നെയിം ഓഫ് ഫാദർ കൊടുക്കാം. നമുക്ക് ഒരു 6 പോയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യാം. 6 പോയിട്ട് ക്ലിക്ക് ചെയ്യാം. ടാബ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ഒരു 6.5 വീണ്ടും ക്ലിക്ക് ചെയ്യാം. ടാബ് കീ പ്രസ് ചെയ്യാം. എന്നിട്ട് കോളൻ ഇട്ട് കൊടുക്കാം. ഫാദറിൻ്റെ നെയിം ഇൻസേർട്ട് ചെയ്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അഡ്രസ്സ് വീണ്ടും ടാബ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആ കോളത്തിൻ്റെ ഇടയിൽ തന്നെ നിൽക്കും. വീണ്ടും ടാബ് കീ പ്രസ് ചെയ്ത് കൊടുക്കാം. അഡ്രസ്സ് കൊടുക്കാം. അഡ്രസ്സിന് ഇപ്പോൾ 2-3 ലൈൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ടാബ് കീ പ്രസ് ചെയ്തിട്ട് ഒന്നുകൂടി ചെയ്യാം. അവിടെ നമ്മൾ അടുത്ത ലൈനിൽ വേണ്ട അഡ്രസ്സ് കൊടുക്കാം. 3 ലൈൻ ഉണ്ടെങ്കിൽ നമ്മൾ
വീണ്ടും ടാബ് കൊടുക്കാം, ഒന്നുകൂടി ടാബ് കൊടുക്കാം. അവിടെ നമ്മളുടെ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഡേറ്റ് ഓഫ് ബർത്ത് കോളൻ ഇടാം. അവിടെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഏജ് ടാബ് പ്രസ് ചെയ്യാം. ഒന്നുകൂടി ടാബ് പ്രസ് ചെയ്യാം. ഏജ് എത്രയാണെങ്കിൽ ഏജ് കൊടുക്കാം. ഏജ് നമ്പർ കൊടുത്തിട്ട് ഇയർ കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻ എഡ്യൂക്കേഷൻ എന്താണെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എഡ്യൂക്കേഷൻ ടാബ് കൊടുക്കാം. സ്കൂൾ എഡ്യൂക്കേഷൻ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഫസ്റ്റ് കൊടുക്കുക. ഹയർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഏതാണോ അത്, ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി, പി ജി ആണെങ്കിൽ പി ജി, അത് കൊടുക്കാം. ടാബ് കൊടുത്ത് കോളൻ എടുത്ത് താഴെ ഇടാം. അത് കഴിഞ്ഞിട്ട് അടുത്ത എഡ്യൂക്കേഷൻ, അടുത്ത ഹയർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കാം. ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാം കേട്ടോ. കോളേജിന്റെ പേരും അതൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. വീണ്ടും ടാബ് പ്രസ് ചെയ്യാം. നമ്മളത് കൊടുക്കുക. ഏതാണ് എഡ്യൂക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് കൊടുത്തിടാം. അവസാനം ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ എഡ്യൂക്കേഷൻ കൊടുക്കാം. ഇനി എക്സ്പീരിയൻസ് ടാബ് കൊടുക്കാം. എത്ര വർഷത്തിന് വീണ്ടും ടാബ് കൊടുക്കാം. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമുക്ക് എക്സ്പീരിയൻസ് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എത്ര ലൈൻസ് യൂസ് ചെയ്യണോ അത്ര ലൈൻസ് നമ്മൾ ഇട്ട് കൊടുക്കാം. എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഫാദർ നെയിം കൊടുത്തു, അഡ്രസ്സ് കൊടുത്തു, ആളുടെ നെയിം കൊടുത്തു, മൊബൈൽ നമ്പർ കൊടുത്തു, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് കൊടുത്തു, എക്സ്പീരിയൻസ് കൊടുത്തു. ഇനി നമുക്ക് ലാംഗ്വേജസ് ഏതൊക്കെയാണ് നമുക്ക് അറിയാമെന്ന് വെച്ചാൽ അത് കൊടുക്കണമെങ്കിൽ അത് നമുക്ക് ഏതൊക്കെയാണോ നമുക്ക് കൊടുക്കാം. റീഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ റീഡ്, റൈറ്റ്, സ്പീക്ക് പറ്റുമെങ്കിൽ അത് കൊടുക്കാം. അല്ല സ്പീക്ക് മാത്രമാണെങ്കിൽ സ്പീക്ക് കൊടുക്കാം. റീഡ് ആൻഡ് റൈറ്റ് ആണെങ്കിൽ അത് കൊടുക്കാം. അടുത്തത് ഏതാണോ നമുക്ക് മദർ ടങ് ആണ് അപ്പോൾ അത് കൊടുക്കാം. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും ഭാഷ അറിയാമെങ്കിൽ അത് താഴെ സ്പെസിഫൈ ചെയ്യാം. ഏതൊക്കെ ഭാഷയാണോ അറിയാമെന്ന് വെച്ചാൽ അതൊക്കെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സാധാരണ ഒരു സിമ്പിൾ ആയിട്ടുള്ള ബയോഡാറ്റയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് അഡീഷണൽ ആയിട്ട് എന്തൊക്കെയാണോ ഹോബീസ് ഉണ്ടെങ്കിൽ ഹോബീസ് കൊടുക്കാം. ഹോബീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹോബീസ് കൊടുക്കാം. എന്താണോ ഹോബി എന്ന് വെച്ചാൽ ആ ഹോബി
അത് നമുക്ക് കൊടുക്കാം. റീഡിങ് ആണെങ്കിൽ റീഡിങ്, അല്ല എന്താണ് നമുക്ക് ഗാർഡനിങ് ആണെങ്കിൽ ഗാർഡനിങ്, അത് നമുക്ക് അടിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ സ്ട്രെങ്ത് എന്താണെങ്കിൽ സ്ട്രെങ്ത് നമുക്ക് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഏത് പ്രഷറിലോ എത്രയുണ്ടായാലും വർക്ക് ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. അതല്ല ടീം വർക്കാണ് നമുക്ക് ചെയ്യുന്നതെങ്കിൽ ആ ടീമിൽ നമുക്ക് ഒത്തുപോകാൻ കഴിയും, അങ്ങനെയുള്ള വിവരങ്ങൾ നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ എത്ര ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് കഴിയുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സ്ട്രെങ്ത് ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ എന്തൊക്കെയാണോ നമ്മുടെ സ്ട്രെങ്ത് അതൊക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ടീം വർക്ക് ചെയ്യാനും ഓക്കെയാണ്, അതുപോലെ തന്നെ എത്ര ഹാർഡ് വർക്ക് ചെയ്യാനും നമ്മൾ ഓക്കെയാണ്, എത്ര പ്രഷർ ഉണ്ടെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എങ്കിൽ അതൊക്കെ നമുക്ക് കൊടുക്കാം. ഇനി നമ്മുടെ വീക്ക്നെസ് എന്താണെങ്കിൽ അത് കൊടുക്കാം. വീക്ക്നെസ് കൊടുക്കുമ്പോൾ നമ്മൾ അത് സ്ട്രെങ്ത് ആയിട്ട് തന്നെ വരണം. പ്രൊഫൈൽ നോക്കുന്ന ആൾക്കാർക്ക് അത് സ്ട്രെങ്ത് ആയിട്ട് തന്നെ തോന്നണം. എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഒരു IT ഫീൽഡിലെ വർക്കാണ്, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. എത്ര ചെയ്താലും നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല, അതുകൊണ്ട് വീണ്ടും വീണ്ടും ചെയ്തത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീക്ക്നെസ് ആണ്, പക്ഷെ അത് സ്ട്രെങ്ത് ആയിട്ടാണ് പ്രൊഫൈലില് നോക്കുമ്പോൾ ജോബിന് വേണ്ടി പരിഗണിക്കുമ്പോൾ എടുക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മുടെ വീക്ക്നെസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. വീക്ക്നെസ് കൊടുക്കുമ്പോൾ നെഗറ്റീവായിട്ടുള്ള വീക്ക്നെസ് കൊടുക്കരുത്, പോസിറ്റീവായിട്ട് തോന്നാവുന്ന രീതിയിലുള്ള വീക്ക്നെസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഡിക്ലറേഷൻ ഇനി വേറെ എന്തെങ്കിലുമായിട്ട് അഡീഷണൽ ആയിട്ട് നമുക്ക് കൊടുക്കാനുണ്ടെങ്കിൽ, അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള അച്ചീവ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. വല്ല സ്കോളർഷിപ്പുകളോ അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചിലർ NSS ഉണ്ടാവും, NCC ഉണ്ടാവും, അപ്പോൾ അവിടെ നിന്നൊക്കെ പ്രൈസ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് കൊടുക്കാം അച്ചീവ്മെന്റ്സ്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് വെച്ചാൽ ആ അച്ചീവ്മെന്റ്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് കിട്ടിയിട്ടുണ്ടാവാം, സ്പോർട്സിൽ കിട്ടിയിട്ടുണ്ടാവാം പ്രൈസ്, അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഡിക്ലറേഷൻ കൊടുക്കാം. ഡിക്ലറേഷനിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ട്രൂ ആണ് എന്നുള്ളൊരു ഡിക്ലറേഷൻ നമുക്ക് ഇട്ട് കൊടുക്കാം. ഡിക്ലറേഷൻ എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും കറക്റ്റ് ആണ് എന്ന് പറഞ്ഞ് നമുക്ക് ഡിക്ലറേഷൻ കൊടുക്കാം. ഡിക്ലറേഷൻ ഒരു 2 ലൈനൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിൽ ഡിക്ലറേഷൻ ടൈപ്പ് ചെയ്യുന്നില്ല. നിങ്ങളുടെ ഡിക്ലറേഷൻ എഴുതി കൊടുക്കുക എൻഡിലായിട്ട്. ഇനി നമുക്ക് ഒരു റൈറ്റ് അലൈൻമെന്റ് എടുക്കാം. റൈറ്റ് അലൈൻമെന്റ് എടുത്തിട്ട് അവിടെ നമുക്ക് നെയിം കൊടുക്കാം. ആരാണോ CV തയ്യാറാക്കുന്നത്, ബയോഡാറ്റ തയ്യാറാക്കുന്നത്, ആളുടെ നെയിം കൊടുക്കാം. നെയിം കൊടുക്കാം. നമുക്കിപ്പോൾ നല്ല ഭംഗിയായിട്ടൊരു ബയോഡാറ്റ നമ്മൾ വേർഡിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് പ്രിന്റ് എടുക്കുന്നതിന് മുൻപ് ഒന്ന് പ്രിവ്യൂ കാണണമെങ്കിൽ ഓഫീസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. പ്രിന്റിൽ പോയിട്ട് പ്രിവ്യൂ എടുത്ത് നോക്കാം. അപ്പോൾ നമ്മളുടെ ബയോഡാറ്റ നല്ല ഭംഗിയായിട്ടൊരു ബയോഡാറ്റ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബയോഡാറ്റ നമുക്ക് പ്രിന്റ് എടുത്ത് ഹാർഡ് കോപ്പി സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ഹാർഡ് കോപ്പി സബ്മിറ്റ് ചെയ്യാം. അതല്ല നമുക്ക് സേവ് ചെയ്ത് വെക്കണമെങ്കിൽ ഫയൽ നെയിം കൊടുത്തിട്ട് നമുക്ക് എവിടെയാണോ നമ്മുടെ ഫോൾഡർ അവിടെ നമ്മൾ ബയോഡാറ്റയുടെ നമ്മുടെ പേര് കൊടുക്കാം. എന്നിട്ട് ബയോഡാറ്റ എന്ന് കൊടുത്ത് നമ്മൾ സേവ് ചെയ്ത് കൊടുക്കാം. സേവിലെടുത്തിട്ട് സേവ് ചെയ്ത് വെക്കാം.
ഇനി അത് നമുക്ക് PDF ആയിട്ട് നമുക്ക് എവിടെയെങ്കിലും അയക്കണം എന്നുണ്ടാവും. ഇപ്പോൾ വാട്സപ്പ് ചെയ്യാനോ അതല്ലെങ്കിൽ മെയിൽ ചെയ്യാനോ ആണെങ്കിൽ PDF ഫയൽ വേണമെങ്കിൽ നമ്മൾ CV നമ്മൾ ഓഫീസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം, സേവ് ആസ് എടുക്കുക, സേവ് ആസ് PDF or XPS എടുക്കാം. അത് കഴിഞ്ഞ് ഫയൽ നെയിം കൊടുത്ത് നമ്മൾ പബ്ലിഷ് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ CV PDF ആയിട്ട് സേവ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം.